അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വി വി രാജേഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിങ്ങൾ ഇത്ര റിസർച്ച് ഒക്കെ നടത്തിയല്ലോ എന്ന് പറഞ്ഞങ്ങൊഴിഞ്ഞു പോയെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു, കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക്, അതിൻ്റെ ഒരു സവിശേഷത എന്തു പറഞ്ഞാൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്ന കാൽക്കുലേഷൻ, ഇപ്പോൾ സംഘടനാ സംവിധാനവും വളരെ പരിചയസമ്പന്നരായ നേതാക്കളുടെ വലിയ പട്ടികയും ഒക്കെ പറയുന്നു എങ്കിലും ഒരു നേതൃത്വം നൽകുന്ന ഒരാൾക്ക് കൃത്യമായുള്ള പച്ചരാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയുക എന്നതൊരു സവിശേഷത തന്നെയാണ്. അതേ പെട്ടെന്ന് അതിജീവിക്കാൻ കഴിയുന്ന സ്കില്ലുള്ള ഒരു നേതാവായി സ്വന്തം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണോ രാജീവ് ചന്ദ്രശേഖർ? അല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സുകാരനാണ്. പിന്നെ രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ്സായി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലും മൂലധനം ഇറക്കി, അതിലും അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദേവഗൗഡയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആദ്യ രാജ്യസഭയിലേക്ക് ജയിക്കുന്നു. പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട മേച്ചൽപ്പുറം എന്ന രീതിയിൽ BJP സ്വീകരിച്ചു. BJP അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി, അദ്ദേഹത്തെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, എത്രയോ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ പിന്തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ പരീക്ഷിച്ചത്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വലിയ ഗടാഗടിയന്മാരാണ്, അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം, നമ്മളിപ്പോൾ അദ്ദേഹത്തെ താരതമ്യം ചെയ്ത് സത്യത്തിൽ ശശി തരൂരിനോടല്ല, അത് ട്രംപിനോട്. ട്രംപാണല്ലോ ഇതുപോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്ന് അവിടെ അസൂയാവഹമായ വിജയം നേടി. അപ്പോൾ ഇതുപോലത്തെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ BJP ചെയ്തത്. പിന്നെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ചില ലോജിക്കായിരിക്കും BJPക്കാർ പലപ്പോഴും പ്രയോഗിക്കുക. അതിപ്പോൾ കൃഷ്ണദാസിനെ പോലെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ രമേശിനെ പോലെ ശോഭാ സുരേന്ദ്രനെ പോലത്തെ ഒരു പ്രസിഡന്റ് ആണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക, ഏത് പാർട്ടിയിലും അങ്ങനെയല്ല പ്രതീക്ഷിക്കുക. പക്ഷേ തീർത്തും വ്യത്യസ്തരായ, തീർത്തും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയും. BJPയിൽ സമീപകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത് വിജയ് രൂപാണിയാണ്. വിജയ് രൂപാണിയെ പെട്ടെന്ന് ഒരു ദിവസം മാറ്റും. അപ്പോൾ അവിടെ ധാരാളം യോഗ്യന്മാരുണ്ട്, ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളുണ്ട്, പാർട്ടി സംസ്ഥാന പ്രസിഡന്റുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ വർണ്ണമാല്യം വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ ഈ ഹിന്ദുമതി സ്വയംവരത്തിലൊക്കെ രാജാക്കന്മാരിരുന്ന പോലെ ഇരിക്കുക. ഇപ്പോൾ എൻ്റെ കഴുത്തിൽ വീഴും എന്ന് വിചാരിച്ചു. പക്ഷേ അമിത്ഷാ 7ാമത്തെ റോയിലിരിക്കുന്ന ഒരാളുടെ നേരെ ചൂടിയത് ആ പുള്ളി ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ച ആളാണ്, ഭൂപൻ ഭായ് പട്ടേൽ എന്ന് പറ്റുള്ള അദ്ദേഹത്തിൻ്റെ പേര്. ആർക്കും അറിയാത്ത ഒരു ആളാണ് പുള്ളി. ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ച ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ അദ്ദേഹമാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ആ ഹാളിലിരുന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അതുപോലെ മധ്യപ്രദേശിൽ പാർട്ടി ഏതാണ്ട് തോറ്റ അവസ്ഥയിലെത്തിയിരുന്നു. എല്ലാ അഭിപ്രായ വോട്ടിലും BJP പുറകിലാണ്. പക്ഷേ അവിടെ ഒരു VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട്. ചൗഹാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ ഹാലോ ഉണ്ടായിരുന്നു. BJP അധികാരത്തിൽ തിരിച്ചു പോകും. അത് ചൗഹാൻ നടപ്പാക്കിയ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ചില ക്ഷേമ പദ്ധതികളൊക്കെ ഭയങ്കരമായിട്ട് ചേച്ചി, സ്ത്രീകളൊക്കെ ക്യൂ നിന്ന് ഇദ്ദേഹത്തിന് കൂട്ടി. അങ്ങനെ ആ വിജയ മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും പണിക്കെൻ്റെ പണി നന്നായിട്ട് നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളിയെ ദേശീയ രാഷ്ട്രീയത്തിൽ കൊടുത്തു. ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞതല്ല, അത് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ 5ാം സ്ഥാനക്കാരന് പറ്റുള്ളൂ. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളെ പെട്ടെന്ന് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ, അതിൻ്റെ കാര്യങ്ങളുമുണ്ട്. ആ രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കും. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ പ്രേംകുമാർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ആ ഒരു പരിധി വരെ യോജിക്കുകയാണ്. കാരണം പുതിയ കാലത്ത് പഴയ തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ ട്രാക്ക് മാറി തുടങ്ങി. ഉദാഹരണത്തിന് ശശി തരൂരിനെ വീണ്ടും ജയിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളെ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരുണ്ട്, പ്രത്യേകിച്ച് നഗരവാസികൾ, അഭ്യസ്തവിദ്യരായ ആളുകൾ, ഈ ഇടത്തരക്കാർ. അവരുടെ ഇടയിൽ പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ അറിയുന്ന ആളായിരിക്കണം, ആൾ കാഴ്ചയിൽ യോഗ്യനായിരിക്കണം. മറ്റത് പണം ഉണ്ടാകുക എന്നുള്ളത് ഒരു നേതാവിന് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആണ് എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ പാർട്ടിയുടെ പരമ്പരാഗതമായ വോട്ട് ബേസ് ശക്തമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ പറ്റണം, എന്നാലേ രക്ഷയുള്ളൂ. പിന്നെ സംഘടനാ രംഗത്ത് BJP വളരെ ശക്തമാണ്, അതിൽ യാതൊരു സംശയമില്ല. പണത്തിനും യാതൊരു ക്ഷാമവുമില്ല, പണം വളരെ പ്രധാനമാണ്. ഈ സംഘടനാ സംവിധാനവും പണവുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ വേറൊരു തരത്തിൽപ്പെട്ട ഒരു നേതാവിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇതെത്രയാണ്. പക്ഷേ ഇതിൽ രാജു പി നായരുടെ നാക്കത്ത് ഗുളികനാണോ എന്ന് ഞാൻ സത്യമായിട്ട് ഭയപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഈ
രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരികയും അവരുടെ സംഘടനാ സംവിധാനവും പണവും ഉപയോഗിച്ച് ഇവർ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കളായ രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും ഒക്കെ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിലുണ്ട്, നല്ലപോലെ ഉണ്ട്. അത് ബി ജെ പിക്കും കോൺഗ്രസിനും ബി ജെ പിക്കും യു ഡി എഫിനും ഇടയ്ക്ക് തിരിഞ്ഞു പോവുകയും ആത്യന്തികമായിട്ട് ഈ അവരുടെ വോട്ട് ബേസ് വെച്ച് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രാജു പി നായർ പരിഹാസമായിട്ട് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു അപകട സാധ്യത ഇതിനകത്ത് ഭയങ്കരമായിട്ടുമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പ്രസിഡന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് ആവണമെങ്കിൽ ആ ഒരു അപകടം താരതമ്യേന കുറവാണ്. രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ബി ജെ പിക്കാർ ഉത്തേജിതരാവുകയും പിന്നെ മറ്റു വിധത്തിൽ വോട്ട് ചെയ്യാൻ പോകാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ബി ജെ പിയെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം ബി ജെ പി ജയിക്കുന്നു, അവർക്കൂടെ ഭൂരിപക്ഷം കിട്ടുന്നു, മന്ത്രിസഭ ഉണ്ടാവുന്നൊന്നുമല്ല. അതൊക്കെ വളരെ വളരെ വിദൂരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും യു ഡി എഫിന് ഒരു വലിയ അപകടമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ സത്യത്തിൽ പേടിക്കേണ്ടത് എൽ ഡി എഫ് അല്ല, നേരെ മറിച്ച് കോൺഗ്രസും യു ഡി എഫുമാണ്. ശരി.